ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാളിയർമഠം വിഷ്ണുമായ ടെമ്പിൾ, തൃക്കങ്ങോട്, ഒറ്റപ്പാലം. മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി, വാടാനംകുറിശി. ഇദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഊർജം വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഇവിടെ ഈ കൃഷിയിടം സന്ദർശിക്കാൻ എത്തുന്നത്. വെച്ചൂർ പശുവിനെ വളർത്തിയാൽ പാൽ കുറച്ചേ ലഭിക്കൂ എന്ന് മാഷിന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് വെച്ചൂർ പശുവിൻ്റെ മൂത്രത്തിനും ചാണകത്തിനും എത്രത്തോളം ഔഷധവീര്യമുണ്ട് എന്ന തിരിച്ചറിവാണ്. നാട്ടുവിത്തുകൾ, നാട്ടുമത്സ്യങ്ങൾ, നാടൻ കോഴികൾ എന്നിവയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ജൈവ കൃഷിയിലെത്തണം എന്നതു തന്നെയാണ്. അങ്ങാടിയിൽ നിന്നും ആശുപത്രിയിലേക്ക് എന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിഷം നിറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുകയും പിന്നീട് ചികിത്സയ്ക്കായി ആശുപത്രികളെ തേടുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നതെന്നും ചന്ദ്രമാഷ് വിവരിക്കുന്നു. ഈ വയസ്സിലും യാതൊരു രോഗവും പിടിപെടാതിരിക്കാൻ ചിട്ടയായ ഭക്ഷണരീതി സ്വീകരിക്കുന്നു എന്നത് മാത്രമാണ് തൻ്റെ അമ്മ 104-ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോഴും യാതൊരു അസുഖത്തിനും അടിമ അല്ലായിരുന്നു എന്നത് തന്നെയാണ് തൻ്റെ ഈ പ്രചോദനമെന്നും ചന്ദ്രൻ മാസ്റ്റർ ഓർമ്മിക്കുന്നു. അതാണ് ഈ ട്രഡീഷണൽ അറിവ്, പാരമ്പര്യം. എപ്പോഴും നമ്മളൊരു ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങുകളുടെ അവസ്ഥയാണ് ഇപ്പൊ നമുക്കുള്ളത്. നമുക്കൊരു അടിസ്ഥാനമില്ല. നമ്മൾ എന്തൊക്കെ ഉണ്ട് അത് കഴിക്കുക, എന്തേ കിട്ടി അത് കഴിക്കുക, എവിടെ പോയി. അതിനപ്പുറത്ത് നമ്മുടെ ഭക്ഷണം, ജീവിതം, ആരോഗ്യം, അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളെ പരിപാലിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ആധുനിക മലയാളത്തിന് നഷ്ടപ്പെട്ടു. അത് 2000-ഓടുകൂടി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മള് മാർക്കറ്റ് ജീവികളാണ്. തീർച്ചയായിട്ടും ശരിക്കും പക്കാ മാർക്കറ്റ്. ഈ അങ്ങാടിയിൽ നിന്ന് പിന്നെ ആശുപത്രിക്കാണ് വഴി പോകുന്നത്. അങ്ങാടിയും ആശുപത്രിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്ന് ഞാൻ പറയും. ആശുപത്രിക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വീട്ടിലേക്ക് പോരാൻ പറ്റില്ല. കാരണം വീട്ടിൽ വന്നാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ആശുപത്രി പോകണം. കാരണം അങ്ങാടി വിൽക്കാനുള്ളതാണ്. വിൽക്കുന്ന സാധനങ്ങളൊക്കെ സമ്പത്തുണ്ടാക്കാനുള്ളത്. അത് ആഹരിച്ചുകൊണ്ട് ആരോഗ്യം നേടാന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അതിന്റെ പഠനങ്ങളുണ്ട്. നിങ്ങൾ പൂർണ്ണമായും മാർക്കറ്റിൽ നിന്നാണ് നിങ്ങളുടെ സാധനങ്ങൾ പൂർണ്ണമായും മാർക്കറ്റിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു 3 മില്ലിഗ്രാമിൽ കൂടുതൽ വിഷം ഓരോ ദിവസവും നിങ്ങളുടെ അകത്തെത്തുന്ന ശാസ്ത്രലോകം തന്നെ പറയുന്നു. ഇതിൽ 2 കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇതിന് കാലാവസ്ഥ ഭക്ഷണബോധമില്ല, ഒന്നുറളം കഴിഞ്ഞു. രണ്ടാമത്തെ പോഷണബോധമില്ല. പോഷണം ഉണ്ടോ ഇല്ല അറിയില്ല. നമുക്ക് വയറ് ഓർക്കാം. അത് കർഷകരെ സംബന്ധിച്ചുള്ള കർഷക ഉത്പാദനം വേണം. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നവരല്ല തിന്നുന്നത്. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഉണ്ടാക്കുന്ന കയ്പയ്ക്ക് നിങ്ങൾ ഫ്യൂറിനാൻ ഇടില്ല. കാരണം എന്താ? നിങ്ങൾക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും തിന്നെന്താ? അന്തർവ്യാപന കീടനാശിനിയാ ചെടിയിൽ ഉണ്ടാവുന്ന ശാസ്ത്രലോകം പറയുന്നു. അപ്പൊ അത് എന്തുകൊണ്ട് നേരെ കുറച്ച് വിൽക്കാനുള്ള ഇടാം? ഇത് മനുഷ്യന് മാത്രമല്ല. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ബോധങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ച് അവരുടെ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭക്ഷണം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവര് വിഡ്ഢിയുടെ സ്വർഗത്തിലാണെന്ന് മാത്രം പറയാൻ എനിക്ക് പറ്റുള്ളൂ. എന്തിടയിലും കാര്യം ഇപ്പൊ മാഷെ സംബന്ധിച്ചുള്ള മാഷ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയതുള്ള A to Z കാര്യങ്ങൾ എങ്കിലും നമുക്ക് സാധാരണ മനുഷ്യര് വേണ്ട എല്ലാ അറിവുകളും പകർന്ന ഒരാളാണ്. അപ്പൊ താങ്കൾ തന്നെ ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. മറിച്ച് പല സെമിനാറുകളിലും ഈ വിവരം വെച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഒരു
ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്, അത് പോസ്റ്റ് മോഡേണിസം അതിന് പറയാം. ഈ ആധുനിക കേരളത്തിന്റെ ട്രെൻഡാണ്. എന്താ പോസ്റ്റ് മോഡേണിസം പറഞ്ഞാൽ, നമ്മളിപ്പോ പുകവലിയെ പറ്റി പറയും. പുകവലി ഹാനികരമാണ്, അത് പുകവലി വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രശ്നങ്ങൾ ആ പവർ പോയിന്റ് വെച്ചിട്ടൊക്കെ കാണിക്കും. ഇതിന് പുകവലിക്കുമ്പോൾ നിക്കോട്ടിൻ ഇങ്ങനെ വരുന്നു, നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു, അതൊക്കെ പവർ പോയിന്റ് വെച്ച് കാണിക്കും. എന്നിട്ട് നിങ്ങളൊക്കെ ഭയങ്കര പേടിച്ച് ഇനി പുകവലി നിർത്തണമെന്നൊക്കെ തീരുമാനിക്കുമ്പോഴാണ് ഇത് പറഞ്ഞ മനുഷ്യൻ ഇന്റർവെല്ലിൽ പോയിട്ട് പുകവലിക്കും. തീർച്ചയായിട്ടും അയാൾ നിങ്ങൾ പുകവലിക്കണം. അപ്പൊ നിങ്ങൾ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പോയി ചോദിച്ചു, സാർ എങ്ങനെ ഞങ്ങളോട് ഇത് സാർ അയാൾ സധൈര്യം പറയും, ഞാൻ പുകയൊക്കെ വലിക്കും, പക്ഷെ നിങ്ങൾ ചെയ്താൽ അങ്ങനെ കുഴപ്പമില്ല. അതിന്റെ അർത്ഥം ഞാനല്ലേ നിങ്ങൾ മാത്രമേ. ഇത് ഗാന്ധിയൻ തോട്ടുകളുടെ നേരെ വിപരീതമാണ്. അപ്പൊ ഗാന്ധിയൻ തോട്ട് എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയായിട്ടുള്ള, അത് മനസ്സിലായി, മണ്ണിനെയായിട്ടും മനുഷ്യനെയും ഒട്ടി നിൽക്കുന്ന ചില സ്ഥായിയായി മാനവകുലം വെച്ച് പുലർത്തേണ്ട ചില ബോധങ്ങളായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിയൻ ഫിലോസഫിയും ഫുക്കുവാക്കൻ ഫിലോസഫിയും ഇപ്പൊ പറഞ്ഞ അവസാനം പറഞ്ഞ പലേക്കർ ഫിലോസഫി. അവരൊക്കെ ജൈവ കൃഷിയുടെ വക്താക്കളാണ്. അപ്പൊ ജൈവ കൃഷി പറഞ്ഞാൽ ജീവന്റെ കൃഷിയാണ്. എല്ലാ ജീവജാലങ്ങളും നിലനിന്നാൽ മാത്രമേ നമ്മൾ അതിലൊന്നാണ്. അല്ല, ഇത് നമുക്ക് ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിലനിൽപ്പിന് ജൈവ കൃഷി ആവശ്യമാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ അടിസ്ഥാന നമ്മൾ പാറാവലി തുടങ്ങുമ്പോൾ 1ാം ക്ലാസ് മുതലേ വേണമെങ്കിൽ പറയാം, അവിടുന്ന് നമുക്ക് ഇത് കുറേയും കൂടി ഗൗരവത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലോകം മുഴുവൻ ജൈവ കൃഷിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ BP KP അങ്ങനെ പറയുമ്പോൾ അതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ പോലും ആധുനിക ലോകത്തിൽ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമേൽ രാസജടിലമായി കഴിഞ്ഞു നമ്മുടെ ജീവിതം, വായുവും വെള്ളവും എല്ലാം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഓരോ സ്പീഷീസും വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതലാകുന്നവർക്കും നമ്മുടെ ജീവിതം സങ്കീർണമാണ്. ശരിക്കും ഗാന്ധി ഇതിൽ വളരെ പ്രസക്തമാണ്. ഗാന്ധി പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും എളിയവനായി മനുഷ്യനെ കാണാത്തിടത്തോളം കാലം മനുഷ്യൻ രക്ഷയില്ല. അതായത് ഒരു പാമ്പിനോ പന്നിക്കോ അല്ലെങ്കിൽ പശുക്കുട്ടിക്കോ ഒക്കെ സ്വയമായി ജീവിക്കാം, പക്ഷെ മനുഷ്യന് മറ്റൊരാളെ ആശ്രയിക്കാണ്ടിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു മനുഷ്യക്കുട്ടി ഉണ്ടായ 10-12 വയസ്സ് വരെ അവന് നോക്കിണ്ടാക്കണം. നേരെ കുറച്ചൊരു പശുക്കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ മുലടിക്കും, സ്വന്തമായി ജീവിക്കും. അപ്പൊ അത്രമേൽ പരസ്പരം ആശ്രയിക്കുന്ന മനുഷ്യന് മറ്റ് ജീവികുലങ്ങളിൽ ഒന്നായി അതിലെ ഏറ്റവും എളിയവനാണ്. അവരൊക്കെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന മനസ്സും ശരീരവും ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഭൂമിയെ സംരക്ഷിക്കാനും ഇത് നിലനിർത്താനും കഴിയും. ഗാന്ധി അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഓർഗാനിക് ഫാം ഹൗസ്. കൃഷിയെ അടുത്തറിയാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാനും ജൈവ അറിവുകൾ നൽകുന്ന നല്ലൊരു ലൈബ്രറിയും വേണമെങ്കിൽ ഇവിടെ താമസിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളോടെ ഒരുക്കിയ ഫാം ഹൗസും കുളവും കിണറും മനോഹരമാക്കി തന്നെ വെച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് ആ ഫാം ഹൗസിന്റെ വളരെ ശാസ്ത്രീയമായ ഒരു നിർമ്മാണം. മാത്രമല്ല, ആ ഫാം ഹൗസിനെ ഒഴിവാക്കിയിട്ടില്ല. അതിന്റെ അടിയിൽ നമ്മൾ മത്സ്യം വളർത്തണം. അപ്പൊ ഒരു ഇഞ്ച് പോലും സ്ഥലം കൂടി കളയാതെ അവിടെയും അതിന്റെ ഒരു ആ ഫാം ഹൗസിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗ്രോത്തിന്റെ പീരീഡാണ്. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10 കൊല്ലമായി. അപ്പൊ ഞാൻ പറയുന്നത്, ഈ റിട്ടയർ ചെയ്ത ഞാനല്ല അപ്പോ എൻ്റെ അറിവും എൻ്റെ ചുറ്റുപാടുകളും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ എങ്ങനെ സമൂഹത്തിന് കൂടി താല്പര്യം ഉളവാക്കുന്ന രീതിയിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതിന്റെ ഒരു ചിന്തയാണ് നമ്മുടെ ഈ ഫാം ഹൗസും ഈ ഓർഗാനിക് ഫാം ഹൗസ്. നിർബന്ധമായിരുന്നു ഓർഗാനിക് ഫാം. അതിന്റെ അർത്ഥം ഇവിടെ ഒരു ലളിതമായ ജീവിതം നയിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം വളരെ ഹാൻഡി ആയിട്ട്, സങ്കീർണമായിട്ട് പറ്റില്ല. ഇപ്പോൾ 1000 ഉറുപ്പിക എടുത്ത് കൂലിക്കാരനെ നിർത്തി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റില്ല. വളരെ ഹാൻഡി ആയിട്ട് ഞാനും ഭാര്യ ഇവിടെ നടത്തും.
അതിനുള്ള പ്രാക്ടീസ്. അപ്പൊ അത് എല്ലാവർക്കും നടത്താവുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ, ബാക്കി 23 മണിക്കൂർ ഉറക്കം ഒഴിച്ചുള്ള ബാക്കി സമയങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോ. പക്ഷെ ഇതൊക്കെ നിലനിൽക്കാൻ 1 മണിക്കൂർ എങ്ങനെ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ജനങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു ലളിതമായ കേന്ദ്രമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. നിർമ്മിതി കൊണ്ട് വളരെ മനോഹരം, ശാസ്ത്രീയമായിട്ട് അതിന്റെ സാധ്യതകൾ. ഇന്ന് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കോടാനുകോടി രൂപ വരുന്ന വലിയ വീടുകൾ, പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളും പാറയും എല്ലാം പരമാവധി പൊട്ടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയും അവസാനം അതിൽ ശ്വാസം മുട്ടുമ്പോൾ ഇടയ്ക്ക് മൂന്നാറിലോ അല്ലെങ്കിൽ കുമരകത്തോ പോയിട്ട് 5000-4000 രൂപ കൊടുത്ത് ബോട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ ചെറിയ ഇത്തരം റിസോർട്ടുകളിൽ താമസിക്കുക. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അവിടെ അത്തരം ഒരു ജീവിതം നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടാ? ഇവിടെ വന്നാൽ ഇപ്പൊ ഒരു വ്യക്തിക്ക് നമുക്ക് രാവിലെ വന്നാൽ ഏകദേശം എന്തായാലും 2-3 മണിക്കൂറൊക്കെ വിശ്രമിക്കാനും അതുപോലെ എല്ലാ സൗകര്യങ്ങളും. ഞങ്ങൾ ആ വീടിന്റെ പണി ഇപ്പം അടുത്ത വീട് ഞാൻ ആ വീട് ഉണ്ടാക്കണം എങ്ങനെയാണ്, എല്ലാം തുറന്ന സ്ഥലങ്ങള്, 3-4 എൻട്രികള്, മനസ്സിലായി, ആർക്കും സുതാര്യമായിട്ട്, അല്ല ഒന്നും മറച്ചു വെക്കാനില്ല, ഒന്നും എടുത്തു വെക്കാനുമില്ല. മരിച്ചു പോകുമ്പോൾ ആരും ഇത് കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതിലിടയ്ക്ക് എന്താ നമുക്ക് എടുത്തു വെക്കാനുള്ളത്? അപ്പൊ അങ്ങനെയുള്ള സുതാര്യമായ ഇടങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരം നിർമ്മിതികളും സുതാര്യമായി ശാന്തമായ ഇടങ്ങൾ ഇല്ലാതാവുന്നതാണ് മനുഷ്യ ജീവിതം ഇത്ര സങ്കീർണമാവാനുള്ള ഒരു കാരണം എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് ഒരു സമയപരിധി ഉണ്ട്. പക്ഷെ മാഷെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസാരിച്ചാൽ ഇനിയും ഒരു 10 മണിക്കൂറോളം സംസാരിച്ചാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇത് ഓരോ ആളുകളിലേക്കും എത്താൻ ഞങ്ങൾ പരിശ്രമിക്കുന്ന, പക്ഷെ എല്ലാ ആളുകളിലേക്ക് എത്തേണ്ട സന്ദേശമാണ്. മാത്രമല്ല മാഷ് പറയുന്ന രീതി അത് ഇവിടെ പ്രാവർത്തികമാണ്, പറയുന്നതും പ്രാവർത്തികമാണ്. അപ്പോ ഒരു ആർക്ക് വേണമെങ്കിലും ഏതൊരു കാർഷിക മേഖലയിൽ താല്പര്യമുള്ള ആർക്ക് പറയും അല്ലെ, ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അതുണ്ട്. മാത്രമല്ല ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ 6 മാസം കഴിഞ്ഞാൽ അവിടുത്തെ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞാൽ ഇത് ഇത്തരം താല്പര്യമുള്ള ആളുകളെ ഇവിടെ വരാൻ ഒരു ദിവസം പത്തായത്തിൽ അരിയുണ്ട്, നിറച്ചു അരിയുണ്ട്. ഈ ചുറ്റുപാടത്തില് ഒരു 4 ആൾ കുടുംബത്തിന് വേണ്ട എല്ലാ പച്ചക്കറി ഏത് കാലത്തും മത്തനാണോ അല്ല അതിനിടയിൽ അങ്ങനെ ഒരു കണക്ക് പറയണ്ടേ? നമുക്ക് ഇത്ര സെന്റ് സ്ഥലത്ത് നമുക്ക് ഒരു വർഷം, ഞാൻ പറഞ്ഞു 4 സെന്റ് സ്ഥലത്ത് കണ്ടത്തിന്റെ അരി ഉത്പാദനത്തിന്റെ അത് പറഞ്ഞാൽ ഒക്കെ നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്താണ്, അല്ലാണ്ട് ഇത് ആരും കാണാണ്ട് പഠിച്ചു വന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മള് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വർഷം 70 കിലോ അരിയാണ് ഫോർ 1 ഇയർ പരമാവധി. അതിൽ കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് അരി കൂടേണ്ട ഭക്ഷണ പ്രശ്നങ്ങൾ ഒരു വർഷം 70 കിലോ കഴിക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ തവിട് കളയാതെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് വരില്ല. അത് കെമിക്കൽ പ്രയോഗിക്കാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ വരാനുള്ള സാധ്യത 50% കുറവാണ്. കാരണം നിങ്ങളിപ്പോൾ കഴിക്കുന്ന അരിയിലും മറ്റു സാധനങ്ങളിൽ നൈട്രേറ്റിന്റെ ആധിക്യം വളരെ കൂടുതലാണ്. കാരണം നൈട്രജൻ വളങ്ങളും ഫോസ്ഫേറ്റ് വളങ്ങളും ഇട്ട് വ്യവസായ തലത്തിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇതിന്റെ നൈട്രേറ്റിന്റെ ആധിക്യം ഉണ്ടാവും. അപ്പോൾ എല്ലാ സമയവും ഈ കഴിക്കുന്ന നൈട്രേറ്റിന്റെ ആധിക്യമുള്ള ഭക്ഷണമാകുമ്പോൾ നിങ്ങൾക്ക് രക്താതി സമ്മർദ്ദം വരാൻ പൂർണ്ണമായിട്ടും. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ 40-80 ഇടയ്ക്കുള്ള 32.5% സ്ത്രീകൾക്കും 37.5% പുരുഷന്മാർക്കും ഇപ്പോൾ രക്താതി സമ്മർദ്ദം ഉണ്ട്. അവരുടെ കുറ്റമല്ലാതെ ഇതിലൊന്നും ഹെറിഡിറ്ററി ഫാക്ടർ വളരെ ചില്ലറയുള്ളൂ, ബാക്കി മുഴുവൻ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഇത്തരം ഒരു ജീവിത ഭക്ഷണ സമ്പ്രദായത്തെ നമ്മളുണ്ട്. അപ്പൊ 30 സെന്റ് സ്ഥലത്ത് നിങ്ങൾ നെൽകൃഷി, ഞാൻ അക്ഷന്തമായി പറഞ്ഞു, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്നാൽ എൻ്റെ കൂടെ ഞാൻ 15 ദിവസം പണിക്ക് വന്നാൽ, പാടത്തെ പണിക്ക് വന്നാൽ ഒരാൾക്ക് വേണ്ട അരി നമ്മൾ കൊടുക്കാൻ പറ്റും. ഒരു വർഷത്തേക്ക് വേണ്ട ശുദ്ധമായ അരി 15 ദിവസം നിങ്ങൾ ഞങ്ങളുടെ കൃഷിപ്പണിക്ക് വരിക, ധൈര്യമായിട്ട് പോരെ. ഒരു വർഷത്തേക്കുള്ള 70 കിലോ അരി വേണ്ടു. 4 ആൾ കുടുംബത്തിന് 4-7-28 250 കിലോ അരി. അതിന് പരമാവധി വേണ്ട ഒരു 350 കിലോ നെല്ല് വേണ്ടു. 70% അരി കിട്ടും. ഈ 30 സെന്റ് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതിൽ കൂടുതലൊക്കെ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അമിതാഹാരവും പോഷണമില്ലാത്ത ആഹാരം കഴിച്ചതിന്റെ ദുർമേസ് കളയാൻ വേണ്ടി റോട്ടിൽ കൂടെ രാവിലെ എണീറ്റ് ഓടുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം. അപ്പൊ അത്തരം ഒരു 30 സെന്റ് സ്ഥലത്ത് 4 ആൾ കുടുംബത്തിന് വേണ്ട 4-28 കിലോ അരി 250 കിലോ അരി ഉണ്ടാക്കാം. അതിനുവേണ്ട നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അത് നിങ്ങളാണ് ചെയ്യുകയാണെങ്കിൽ 16-17 ദിവസം നിങ്ങളുടെ അധ്വാനയിൽ വേണ്ടു. ഇത്രയൊക്കെ സിമ്പിളായിട്ട് 4 സെന്റ് സ്ഥലം ഇനി ഇല്ലാത്ത ആളാണെങ്കിൽ അതിലൊരു 40 ചാക്ക്, അത് ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 40 ചാക്ക് ഒരു സിമെന്റ് ചാക്ക് കൊണ്ടുവരും, ഒരു പൈസ ചിലവാക്കണ്ട. ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു വർഷമായിട്ട് പോലെ സിമെന്റ് ചാക്ക് ഒരു പൈസ കൊടുക്കാൻ, പൈസ കൊണ്ട് തരും ചിലപ്പോൾ. ഇത് മടക്കി ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ 60 സെന്റിമീറ്ററുള്ള സിമെന്റ് ചാക്ക് 30 സെന്റിമീറ്റർ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ വീട്ടിലെ ചപ്പ് ചവറുകൾ ചവിട്ടി നിറയ്ക്കുക. 50 ഗ്രാം കുമ്മായിട്ട് അവിടെ വെക്കുക. 15 ദിവസം കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചാണകം കലക്കി ഒഴിച്ച് 2 മണ്ണും ഒരു ചാണകപ്പൊടിയും കൂടി കൂട്ടിക്കലത്ത് 2 കൈക്കോട്ട് അതിലിടുക. എന്നിട്ട് അതിലൊരു ചെടി നടുക, കണ്ടോളുക. അതാണ് വഴുതനയും ഇഞ്ചിയും എല്ലാം അതാണ്.
എന്നാൽ ഒരു ചെടിയുടെ അവരുടെ ലൈഫിന് വേണ്ട സാധനം അതിലായി. ഇനി എന്തെങ്കിലും വളർച്ചക്കുറവ് തോന്നുകയാണെങ്കിൽ 15 ദിവസം കൊണ്ട് നമ്മളവിടെ ഒരു ഇഞ്ചൊക്കെ ഒറ്റ ഇഞ്ചൊക്കെ ഒരു മാസം അതെ അതിന് വേണ്ട ഒരു ലേശം അല്പം ചാണകവും അല്പം മൂത്രം കൂടി കൂട്ടി ഒരു 10 ലിറ്ററിൽ 1 കിലോ ചാണകവും 1/2 ലിറ്റർ മൂത്രം കൂടിയിട്ട് 15 ദിവസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര രാസപ്രയോഗം ഒന്നും അതിന്റെ 6 എത്തില്ല. മാത്രമല്ല അത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഇത് എവർലാസ്റ്റിംഗ്, നിങ്ങൾ മരിക്കണ വരെ ഉണ്ടാവും. കാരണം ഇത് പ്രകൃതിയെ നോവിക്കാത്താണ്, മറ്റ് പ്രകൃതിയെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഇതാ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ഇത് കാളിയാർ മഠം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ ചരിത്രവും ഐതിഹ്യങ്ങളും ഇടകലരുന്ന വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യ കുലാചാരകർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച പുണ്യപുരാതന മഹാക്ഷേത്രം. നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ജാതിമത ഭേദമന്യേ പരിഹാരമരുളുന്ന ഒരു മഹാശക്തി തലമുറകളായി ഈ മഠപ്പുരയിൽ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ആശയവുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും മികച്ച വൈദ്യസേവനങ്ങൾ, ആധുനിക സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ഡോക്ടർമാരും, ലാബ്, ECG, ഫാർമസി, ഒബ്സർവേഷൻ, നെബുലൈസേഷൻ, ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങൾ. ആകർഷകമായ ഹെൽത്ത് പാക്കേജുകൾ. 53 ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ഫുൾ ബോഡി ചെക്കപ്പിന് 2500 രൂപ മാത്രം. 650 രൂപയ്ക്ക് 36 പരിശോധനകൾ ഉൾപ്പെടുത്തിയ മിനി പാക്കേജ്. 43 ടെസ്റ്റുകളോടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് 1750 രൂപയ്ക്ക്. 39 പരിശോധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ഹെൽത്ത് പാക്കേജ് 1100 രൂപ മാത്രം. 14 ടെസ്റ്റുകളുടെ ഡയബറ്റിക് പാക്കേജ് 850 രൂപയ്ക്ക്. 18 പരിശോധനകളോടെ പ്രീമിയം പാക്കേജ് 1200 രൂപ മാത്രം. 23 ടെസ്റ്റുകളോടുകൂടിയ ക്ലാസിക് പാക്കേജിന് വെറും 500 രൂപ മാത്രം. ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ ലഭ്യമാണ്. റിസൾട്ടുകൾ വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകുന്നു. കാത് കുത്തിക്കൊടുക്കുന്നതിനും കീറിയ കാത് തുന്നിക്കൊടുക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഇഞ്ചക്ഷൻ, മുറിവ് ഡ്രസ്സിംഗ്, ബ്ലഡ് സാമ്പിൾ കളക്ഷൻ എന്നിവ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് കരുതലും കൈത്താങ്ങുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, ശ്രീനാരായണ കമ്പനിക്ക് സമീപം, വാടാനംകുറിശി. ഫോൺ 9400 0478 42. ജൈവവൈവിധ്യ ബോർഡ് കേരള സർക്കാർ ബഹുമതി, ജില്ലയിലെ മികച്ച ജൈവ കർഷകൻ എന്ന അംഗീകാരം, ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷൻ്റെ ആദരവ്, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ അംഗീകാരം, വിവിധ സംഘടനകളുടെ അനുമോദനം എന്നിവയ്ക്ക് പുറമെ വിവിധതരം അവാർഡുകളാണ് തേടിയെത്തിയത്. കൃഷിയെ സ്നേഹിക്കാനും പരിചരിക്കാനും താൽപ്പര്യമുള്ള ഗ്രൂപ്പുകൾക്ക് അവരുടെ പ്രദേശത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് മാഷെ എപ്പോഴും സന്നദ്ധനാണ്. പുതിയ തലമുറ കൃഷിയെ ആസ്വദിക്കുകയും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുകയും വേണമെന്ന് ടീച്ചറും പറയുന്നു. ടീച്ചർ, നമ്മൾ ഈ സ്ഥലം കണ്ടെത്താൻ കുറച്ച് വൈകി എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. കാരണം
നമ്മൾ 1000-10,000 കൊടുത്ത് വേറെ മറ്റേ മൂന്നാറിലും ഇവിടെയൊക്കെ പോകുന്നൊരു ചരിത്രമാണല്ലോ. നമ്മുടെ ഈ നാട്ടില് ഒരു ചെലവില്ലാതെ ഇവിടെ നമുക്ക് മറ്റുള്ളൊരു പ്രത്യേകത എന്താൽ അങ്ങനെ വരാൻ കഴിയുന്നുള്ള ഒന്ന്. 2, ഇവിടെ വരുമ്പോൾ അത് ആ കൃഷി രീതി പഠിപ്പിക്കാൻ ഒരു ഗൈഡ് ഇല്ലാതെ നമ്മുടെ അനുഭവ സമ്പത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസോർട്ട് ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടായി തന്നെ വരില്ല. അപ്പോൾ ആ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് എങ്ങനെ വരാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ ടീച്ചർ ഹസ്ബൻഡിന്റെ നിർബന്ധം കണ്ടു വന്നതാണോ, അതോ ടീച്ചർക്ക് ഈ തരത്തിൽ താല്പര്യം യഥാർത്ഥത്തിലുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പണ്ടുകാലം മുതലേ കൃഷിക്കാർ തന്നെയാണ്. അപ്പൊ കുട്ടിക്കാലത്തൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലും പശുവും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ നമ്മളൊക്കെ ജോലിയൊക്കെ കിട്ടി, പഠിപ്പൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മളെല്ലാവരും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ഞങ്ങള് ആ പാത പിന്മാറാണ്ട് തുടർന്നു പോകുന്നു. അത് ഞങ്ങളുടെ ഒരു ജീവിത സാഫല്യം പോലെ. ഒരു തമാശ പറഞ്ഞ കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ടീച്ചറാണ് ഇതിന്റെ പിന്നിൽ മുഴുവൻ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം നമുക്ക് തോന്നാനുള്ള കാരണം നമുക്ക് ഇപ്പോൾ റിട്ടയർഡായി ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാം എന്നതിന് പകരം ഒരു കാർഷിക മേഖലയിലേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു കാരണമാണ്. എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് ചെടികളോടും പൂക്കളോടും മണ്ണിനോടും സംവദിക്കുമ്പോഴാണ്. കാരണം നമ്മൾ മറ്റൊരു വിദ്യാലയം തന്നെയാണ് ഈ തോട്ടം. ഇപ്പൊ ഈ തോട്ടത്തില് 100 ഇനം സസ്യങ്ങളുണ്ട്. ഒരു 60 മാത്രമല്ല അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നിൽക്കുന്നു. യെസ്, അതെ അതെ. അതിനെ എങ്ങനെയാണോ പ്രകൃതിയിൽ അത് ജനിച്ചു വളർന്നത് അതേ രൂപത്തിൽ തന്നെ സംരക്ഷിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെടികൾക്കെല്ലാം ഓരോ ഇനം പൂമ്പാറ്റകളുണ്ട്. ഒരു 60ഓളം പൂമ്പാറ്റകളുടെ ഹോസ്റ്റ് പ്ലാന്റും ഉണ്ട് ഇവിടെ. അപ്പൊ ഈ പൂമ്പാറ്റകളൊക്കെ അന്യം നിന്ന് പോകാതിരിക്കാൻ ഇത് ആരെങ്കിലും ഒക്കെ നട്ടേ പറ്റൂ. ഇപ്പൊ തൊഴിലുറപ്പ് വന്നതോടുകൂടെ പാതയോരത്തുള്ള ചെടികളെല്ലാം പോയി, ഒരു ചെടി ഇപ്പൊ ബാക്കിയില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് ചെടികൾ അറിയില്ല, ഇത് കാണാനുള്ള ഒരു അവസരമില്ല. ഭൂരിഭാഗം സമയം മൊബൈലിലാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വരുത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മുടെ മണ്ണിലുള്ള ഈ ചെടികളും ഈ പൂക്കളും ഈ കാലാവസ്ഥയും എല്ലാം ഇനിയും തുടർന്നു പോയി ഇനി അടുത്ത തലമുറയ്ക്ക് കൂടി അത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കുക, അതിന് നമ്മളൊരു നിമിത്തമായി തീരുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു അവസരത്തില് നമ്മളിപ്പോ വളർന്നു വരുന്ന ഒരു തലമുറ, പ്രത്യേകിച്ച് ടീച്ചർ എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ നമുക്ക് ഇത് കാണുന്ന ആളുകൾ, ഈ കുട്ടികളോട് എന്താണ് ടീച്ചർ പറയാം? കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് നമ്മൾ മണ്ണിലെത്തുമ്പോഴാണ്, നമ്മൾ പ്രകൃതിയോട് ചേരുമ്പോഴാണ്. ഈ കിളികളുടെ സൗണ്ട് നോക്കൂ. നിങ്ങൾക്ക് എത്രയും കൂടുതൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ സൗണ്ട് കേട്ടാൽ, ഈ പ്രദേശത്ത് വന്നാൽ, ഈ ചെടി കണ്ടാൽ, ഒരു പൂ കണ്ടാൽ, ഒരു ഇതൾ കണ്ടാൽ, ഒരു പൂ മൊട്ട് വിരിയണ് കണ്ടാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മറക്കും. നമുക്ക് രോഗങ്ങളില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരണം. അത് മാത്രമേ അതിന് ശാശ്വതമായ പരിഹാരം. പഠനത്തോടൊപ്പം തന്നെ അതൊരു ശീലമായി കൊണ്ടുവരേണ്ടതാണ്. അദ്ദേഹത്തോട് സംസാരിച്ചു പറഞ്ഞു, ഇത് നമുക്കൊരു പാഠ്യ ഭാഗങ്ങളിലേക്കൊക്കെ വരേണ്ടതല്ല ഈ ജൈവ രീതിയെ കുറിച്ച്. കൃത്യമായിട്ടൊരു 1ാം ക്ലാസ് മുതൽ തന്നെ അതിന്റെ തുടർച്ച ഭാഗങ്ങളായിട്ട് ഒരു പാഠ്യ രീതി തന്നെ വരേണ്ടതായിരുന്നു. പാഠ്യപദ്ധതിയിൽ ഉണ്ട് യഥാർത്ഥത്തില്, പക്ഷെ നമ്മളെല്ലാം സൗകര്യപൂർവ്വം അത് മറന്നു കളയാണ് മണ്ണിലേക്ക് ഇറങ്ങുക. അപ്പൊ എന്റെ സ്കൂളില് ഞങ്ങളൊരു ഇപ്പൊ മാതൃഭൂമി സീഡ് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആ സീഡ് പ്രോഗ്രാമിൽ ഈ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കാനുള്ള ഒരു പദ്ധതിയാണത്. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മള് ഇറങ്ങി പുറപ്പെട്ട് അതിലേക്ക് അറിയാനും അത് പഠിക്കാനുമുള്ള ഒരു സന്മനസ് നമ്മൾ കാണിച്ചാൽ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പുതിയ തലമുറ കൂടുതൽ ആഗ്രഹിക്കുന്നത് മണ്ണിൽ നിന്നും അകന്നു നിൽക്കാനാണ്. അതാണ് ഇപ്പോഴത്തെ നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകത അതാണ്. കാരണം ഇനി വരുന്ന ഒരാൾക്ക്, അടുത്തൊരു തലമുറയ്ക്ക് ഇതെല്ലാം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവണം. അതെന്താണെന്ന് അറിയാനും കൂടി അറിയണം. ആസ്വാദനമാണ് അറിവിന്റെ ആദ്യപടി. എന്നാൽ മാത്രമേ നമ്മൾ സംതൃപ്തിയോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ അതിലേക്ക് വരുള്ളൂ. ഏതായാലും ഈ മേഖല നിലനിർത്താനും കുറെ കൂടി ഊർജ്ജമാക്കാനും ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ കാണാനും പഠിക്കാനും വീണ്ടും ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആയിക്കോട്ടെ, എല്ലാവർക്കും സ്വാഗതം. നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ സദാ തയ്യാറാണ്. ഇനി ഇവിടെ കുട്ടികൾ വരാറുണ്ട്, ക്യാമ്പുകൾ നടത്താറുണ്ട്. കുട്ടികൾക്ക് കാണാനും പഠിക്കാനും ഒക്കെ ഒരു സ്ഥലം ഉണ്ടാവണമല്ലോ, അത് സംരക്ഷിക്കാൻ ഞങ്ങളും തയ്യാറാണ്.
ശാസ്ത്രീയമായി നിർമ്മിച്ച തൊഴുത്ത്, അതുമാത്രമാണ് ഈ വിളകളുടെ തല ഉയർത്തിയുള്ള നിലനിൽപ്പ്. ഈ തോട്ടത്തിലെ പച്ചപ്പ്, കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ചപ്പുചവറുകളായി മാറുകയല്ല, അത് ഓരോ ചെടിക്കും വളമാവുകയാണ്. പ്രേക്ഷകരെ, തീർച്ചയായും ഈ ഒരിടം നിങ്ങൾ സന്ദർശിക്കുക തന്നെ വേണം. പാലക്കാട് ജില്ലയിലെ നീലിയാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇത്തരം അറിവുകൾ നൽകി കാണാൻ കഴിയുന്ന ഒരു ഫാം ഉണ്ടോ എന്ന് അറിയില്ല. കൃഷി അറിവുകളുടെ ഒരു സർവകലാശാല തന്നെയാണ് ഇവിടം. സമ്പൂർണമായ ജൈവ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഞങ്ങളും തീരുമാനിച്ചു, ഇനി ഒരു ചിലവുമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അറിവിൻ്റെ ശാലയിൽ നിന്നാണ് പടിയിറങ്ങുന്നത് എന്ന്. ചന്ദ്രൻ മാഷുടെയും സഹധർമ്മിണിയുടെയും ദൗത്യം ഓരോ കർഷകരും ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓരോ കർഷകനും പഠിക്കാൻ ഒരുപാടുണ്ട്. എന്നാൽ തീരെ ചിലവില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുകൂടി നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് കാർഷിക സംസ്കാരത്തിനും കാർഷിക മേഖലയ്ക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. മാഷ് ഈ പറഞ്ഞ പോലെ 100% ജൈവ കൃഷി ചെയ്യുന്ന പോലെ തന്നെ 100% ശാസ്ത്രീയവുമാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തൊഴുത്ത്. ഈ തൊഴുത്ത് നമുക്ക് പല വീടുകളിൽ കാണുന്നത് ഈ നിലത്തോട് ചേർന്നിട്ടുള്ള ഒരു തൊഴുത്തായിരിക്കും. ഇതിനൊരു നിർമ്മിതിക്ക് അതിന്റെ ഒരു പിന്നണിയിൽ എന്താ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ, നമ്മളെ ശരിക്കും ജൈവ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ വളരെ ലളിതവും അതുപോലെ നമ്മൾക്ക് ഹാൻഡ് ചെയ്യും, അതായത് നമുക്ക് കൊണ്ടെടുക്കാവുന്ന തരത്തിൽ മാറ്റിയെടുക്കലും കൂടിയാണ്. സങ്കീർണതകളെ പരമാവധി ഒഴിവാക്കുക. ചെടികളെ വളർത്താനുള്ള സങ്കീർണതകളാണ് ഇപ്പോൾ നമുക്ക് കൃഷിശാസ്ത്രത്തിൽ കൂടുതൽ മനസ്സിലായി. അതിനെ ലാളിത്യത്തിലേക്ക് മാറ്റുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് തൊഴുത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 20 ലിറ്റർ പാല് കറക്കുന്ന പശുക്കളുടെ നാട്ടിലാണെങ്കിൽ 1.5 ലിറ്ററിൽ വെച്ചൂർ പശുവിനെ വളർത്തുന്നത്. അതിന്റെ പാല്, മൂത്രം, ചാണകം എന്നിവ അത്രയും മെഡിക്കേറ്റഡ് ആണ്. അപ്പൊ ആ തിരിച്ചറിവാണ് ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് തൊഴുത്ത്. ആശാരി വന്നിട്ട് പറഞ്ഞു ഇതൊന്നും ഒരു കോലും കൂടി താഴെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കോല് പറ്റില്ല, ഈ വീടിനേക്കാളൊക്കെ 1/3 മീറ്ററെങ്കിലും ഉയരത്തിൽ തൊഴുത്ത് വെക്കണം. അതിന്റെ അർത്ഥം പശു മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തൊഴുത്ത് കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് തലച്ചുമടില്ലാതെ പൈപ്പാണ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട സ്ഥലത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ചെടികൾക്ക് അതൊക്കെ ജൈവ കൃഷിയുടെ പാർട്ട് ആൻഡ് പാർട്ടിക്കിളാണ്. നമുക്ക് പൈപ്പ് മാത്രമേ വേണ്ടൂ. പൈപ്പ് ഉണ്ടെങ്കിൽ എവിടേക്ക് അപ്പുറത്തൊരു പറമ്പിലേക്ക് ഞാൻ ഇതിന് തൊട്ടപ്പുറത്തെ പറമ്പിലാണ് വീട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ബയോഗ്യാസ് 3 MQ ഉണ്ട്. അപ്പൊ അവിടേക്കുള്ള ചാണകം മൂത്രം ഇവിടുന്ന് പോവുക. ഇവിടെ PWD പെർമിഷൻ മേടിച്ചിട്ട് 6 ഇഞ്ച് പൈപ്പ് ഇട്ടു. ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ ഇവിടുന്ന് മൂത്രാണ്ട് പോകും, അവിടുന്ന് ഗ്യാസ് ഇങ്ങോട്ട് വരും. പശു ഇവിടെ മൂത്രം ഒഴിച്ചാൽ ഗ്യാസ് ടാങ്കിൽ അവിടെ എത്തും. ഇവിടുന്ന് 100 മീറ്റർ അപ്പുറം എത്തും. അപ്പൊ ഹൈറ്റ് കൂട്ടി അപ്പൊ ഹൈറ്റ് കൂട്ടി മാത്രല്ല, അതിനൊരു യൂബെന്റ് വെച്ചിരിക്കുകയാണ്. അവിടെ കളക്ട് ചെയ്യണമെങ്കിൽ ആ ബെന്റ് ഇങ്ങോട്ട് താഴ്ത്തിച്ചാൽ മതി. വേനൽക്കാലം വരികയാണെങ്കിൽ ഇതിന്റെ പാടത്ത് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കും 1 ഏക്കർ സ്ഥലത്ത്. അപ്പൊ അവിടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ചാണകമൂത്രം അവിടെ എത്തും. മനസ്സിലായി? ഇതൊക്കെ ജൈവ കൃഷിയുടെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വെറും ചപ്പും അതുപോലെ തന്നെ ചാണകം, ഇത് മാത്രമാണ് ശരിക്കും ഒരു വളം എന്ന് പറഞ്ഞിട്ടുള്ള. മാത്രമല്ല വളം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ചപ്പ് ചവറുകളെയും ഡീകമ്പോസ് ചെയ്യലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡീകമ്പോസ് ചെയ്യാനുള്ള ഏജന്റ് ആയിട്ടാണ് ചാണകം. നിങ്ങൾക്ക് അറിയോ, ഈ ലോകത്തെ ഏത് കമ്പോസ്റ്റ് വിധത്തിനും 45 മുതൽ 60 ദിവസം വേണം അത് കമ്പോസ്റ്റ്. ഇപ്പോൾ ഈ ഇല ഈ ചെടിക്ക് ഭക്ഷണമായി വരണമെങ്കിൽ 60 ദിവസം വേണം. നേരെ കുറച്ച് ഈ ഇല ഇന്ന് പശു തിന്നാൽ നാളെ രാവിലേക്ക് ഇത് കമ്പോസ്റ്റായി ചെടിക്ക് പ്രാപിക്കും. അത്രയും വലിയൊരു ടെക്നോളജി ഈ ലോകത്തില്ല. കണ്ടുപിടിച്ച അതുകൊണ്ടാണ് ഈ നാടൻ പശു. അപ്പോൾ നാടൻ പശുവിന്റെ ചാണകത്തിൽ 1 ഗ്രാം ചാണകത്തിൽ മണ്ണിനെ ഫെർട്ടൈൽ ആക്കുന്ന 3 ലക്ഷത്തിലധികം ബാക്ടീരിയകൾ ഉണ്ടെന്ന് പലക്കർ പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചല്ലേ തീരുള്ളൂ. അപ്പൊ അത്രയും ഉർവരമായ സാധനത്തെ തരുന്ന ജീവിയെ പോറ്റുക. ഇതിന്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അൾഷിമേഴ്സ് വരെ ഉണ്ടാവില്ല എന്ന് യൂട്യൂബിലും നെറ്റിലും ഗൂഗിളിലും ഒക്കെ പറയാൻ നമ്മൾ അറിയുന്ന നോളജ് വെച്ച്. അപ്പൊ അതിനല്ലേ വളർത്തേണ്ടത്. അപ്പൊ നമ്മൾ ഇത്തരം ഒരു ഭൂമത്വം കൂടിയാണ് ജൈവ കൃഷി. ഞാൻ അതാ നേരത്തെ പറഞ്ഞ ജൈവ കൃഷി മാത്രമല്ല, ജൈവ ജീവിതം എന്നാണ് ജീവിതം. അല്ലാണ്ട് നമ്മളെ യൂറിയും പൊട്ടാഷ്യം ഇടുന്നതിന് വേറെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് 2 വാഴ ഉണ്ടാക്കുക, അതല്ല. അതിന്റെ അപ്പുറത്തേക്ക് പോകണം നമ്മൾ. അപ്പൊ മാത്രമാണ് അടിയിൽ വളരെ സുതാര്യമായി നമ്മളെ കാണും. അങ്ങനെ നല്ലൊരു കുളത്തിലെ വെള്ളത്തിൽ നോക്കിയാൽ നമ്മുടെ ചിത്രം ഇങ്ങോട്ട് കാണും. അതുപോലെ നല്ലൊരു ജൈവ കർഷകന് സ്വയം ചുറ്റുപാടുകളെ തിരിച്ചറിയാനും അതൊന്ന് സ്വന്തം ഒരു ജീവൻ കരുപ്പിടിപ്പിക്കാനും വളരെ എളുപ്പത്തിൽ. അതാണ് അത്. ഏതായാലും മാഷ് ഈ മേഖല തുടരട്ടെ. ഈ മേഖല തുടർന്നിട്ട് ഓരോരുത്തരും നമുക്ക് കേരളീയരായിട്ടുള്ള, അല്ലെങ്കിൽ കേരളം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ലോകത്തിലെ ആളുകൾ എല്ലാവർക്കും അറിവ്, എല്ലാവർക്കും ഒരേ തരത്തിൽ അറിവ് പകർത്താൻ, അതല്ലെങ്കിൽ കൂടുതൽ
മേഖലയിലേക്ക് മാഷൊക്കെ ഇനിയും കടന്നു ചെല്ലാനായിട്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായ ആശംസ കൂടി ചെയ്യാണ്. സന്തോഷം, വളരെ ശരി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കാളിയാർ മഠം വിഷ്ണുമായ ടെമ്പിൾ, തൃക്കങ്ങോട്, ഒറ്റപ്പാലം. മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ, സുപ്രഭാത് ആർക്കേഡ്, നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി, വാടാനംകുറിശി.